ഇന്ന് 24/11/2025 തൊട്ട് യുകെയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്കിംഗിലും ഡ്രൈവിംഗ് ടെസ്റ്റിലും വരുത്തുന്ന 4 നിയമങ്ങളാണ് യുകെയിൽ പുതിയതായിട്ട് വരുന്നത്. ഒന്ന്, ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്കിംഗിന്റെ സമയത്ത് ബോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു ബുക്കിംഗ് ഉണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാരെ 4-5 ടെസ്റ്റ് ബുക്ക് ചെയ്തിടും. എന്നിട്ട് പ്രാക്ടിക്കൽ ടെസ്റ്റിന് പോകേണ്ട ആൾക്കാർക്ക് ഇത് 300-400 പൗണ്ടിന് വിൽക്കുന്ന ഒരു കാര്യം യുകെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് ഇന്ന് മുതൽ സ്റ്റോപ്പ് ആവും. ഇനി ടെസ്റ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ടെസ്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റൂ എന്നൊരു നിയമം പുതിയതായിട്ട് വരുന്നുണ്ട് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. പിന്നെ ടെസ്റ്റിന് വരുന്ന 3 നിയമങ്ങളാണ് പ്രധാനമായിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സമയത്ത് വരുന്നത്. ഒന്ന്, റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് സ്റ്റോപ്സ് ഡ്യൂറിങ് ദ ടെസ്റ്റ് ഫ്രം 4 to 3. അതായത് 4 പ്രാവശ്യം നേരത്തെ നമ്മളെ പുൾ ഓവർ ടു ദ ലെഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇന്ന് മുതൽ 3 പ്രാവശ്യം, മാക്സിമം 3 പ്രാവശ്യമേ നമ്മുടെ എക്സാമിനർക്ക് നമ്മളെ പുൾ ഓവർ ടു ദ ലെഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമതായി വന്നിരിക്കുന്നത് ലോവറിങ് ദ ഫ്രീക്വൻസി ഓഫ് എമർജൻസി സ്റ്റോപ്പ് എക്സസൈസ്. അതായത് എമർജൻസി സ്റ്റോപ്പ് എക്സസൈസ് 3 ടെസ്റ്റ് എടുക്കുമ്പോൾ അതിലേതെങ്കിലും ഒന്നിന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് എക്സാമിനർ നേരത്തെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നു മുതൽ 7 ടെസ്റ്റുകൾ എടുക്കുമ്പോൾ അതിലൊന്നിൽ മാത്രമേ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അപ്പം അതും ടെസ്റ്റ് എടുക്കുന്നവർക്ക് ഉപകാരമുള്ളൊരു കാര്യം തന്നെയാണ് അതും. മൂന്നാമത്, ആഡിങ് ദ ഫ്ലെക്സിബിലിറ്റി ടു ദ ഇൻഡിപെൻഡന്റ് ഡ്രൈവിംഗ് സെഗ്മെന്റ്. നേരത്തെ ഇൻസ്ട്രക്ടർ നമ്മളോട് പറയുമായിരുന്നു, വഴി പറഞ്ഞു തരുമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഇന്നു മുതൽ അത് ഒന്നെങ്കിൽ നമ്മൾ നാവിഗേഷനിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ റോഡ് സയൻസ് നോക്കിയിട്ട് ഫോളോ ചെയ്യാണ്. ഏറ്റവും കൂടുതൽ സമയം അവര് എന്താ പറയുക, സ്പീഡ് കൂടിയ റോഡിൽ കൂടെ, ഹൈ സ്പീഡ് റോഡ് അല്ലെങ്കിൽ എ റോഡിൽ കൂടെയാണ് ടെസ്റ്റിന് കൊണ്ടുപോകുന്ന. ടൗൺ സെന്ററുകൾ കൂടെ കൊണ്ടുപോകുന്നത് മാക്സിമം ഒഴിവാക്കി സ്പീഡ് കൂടിയ റോഡിൽ കൂടെ കൊണ്ടുപോകാനാണ് പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. അപ്പൊ ഈ 3 തീരുമാനവും, ഈ വന്നിരിക്കുന്ന 4 തീരുമാനവും ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്ക് ചെയ്യാനുള്ളവർക്കും ടെസ്റ്റ് എടുക്കുന്നവർക്കും നല്ല തീരുമാനം തന്നെയാണ്. അപ്പം ഇത് മാക്സിമം ടെസ്റ്റ് എടുക്കാൻ പോകുന്ന ആൾക്കാരിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.